അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണത്തിൻ്റെ മര്യാദകളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് 1. കൈ കഴുകൽ. അന്നം തിന്നുന്നതിന് മുമ്പ് 2 കൈകളും കഴുകൽ പ്രധാനമാണ്. വൃത്തിയും ശുചിത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് പുറമെ ആത്മീയമായും അതിന് പിന്നിൽ ചില അർത്ഥങ്ങളുണ്ട്. ഒരു നബി വചനത്തിൽ ഇങ്ങനെ കാണാം: ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈ കഴുകുന്നത് ദാരിദ്ര്യത്തെ നിഷ്കാസനം ചെയ്യുന്നതാണ്. 2. തീറ്റ കൊണ്ട് നല്ല ലക്ഷ്യം മാത്രം. തീറ്റ കൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടത് രസവും സുഖവുമൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിന് ആരാധന നിർവഹിക്കുന്നതിന് ശക്തി പകരാനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: മനുഷ്യൻ നിറക്കുന്ന മോശമായ പാത്രം അവൻ്റെ വയറാകുന്നു. തിർമിദി ഹദീസിൽ കാണാം. തീറ്റ ആഘോഷമാക്കരുതെന്നും ആത്മീയമാക്കണമെന്നും ഈ പറഞ്ഞതിൽ നിന്ന് ഗ്രഹിക്കാം. 3. കിട്ടിയതുകൊണ്ട് തൃപ്തിയടയൽ. മുമ്പിൽ ലഭിച്ചത് തിന്നുക എന്നതായിരിക്കണം സമീപനം. അത് കുറഞ്ഞുപോയതിന് സുഭിക്ഷമാകാത്തതിനും ശുണ്ഠി പിടിക്കുന്നതും കൂടുതൽ കുശലാകാൻ കാത്തുകെട്ടി നിൽക്കുന്നതും ഒഴിവാക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു: പത്തിരി കിട്ടിയാൽ കൂട്ടാൻ കാത്തിരിക്കുന്നതാണ് മാന്യത. പത്തിരിയെ ആദരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് എന്ന ചിന്തയും ചോദ്യവും അന്നത്തിന് മുമ്പിൽ വെച്ച് അമാന്യമാണെന്നാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. കിട്ടിയ അന്നത്തെ അനാദരാക്കുന്ന പ്രവണതയാണത്. സംഘാടിക തീറ്റ. 4. സംഘാടിക തീറ്റ. ഒന്നിച്ചിരുന്ന് തിന്നാൻ ശ്രമിക്കുന്നതും കൂടുതൽ പേരെ തീറ്റയ്ക്ക് സംഘടിപ്പിക്കുന്നതും നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങൾ സംഘടിച്ച് തിന്നുവീൻ, അതിൽ ബർക്കത്ത് നൽകപ്പെടും. അബൂദാവൂദ് കാണാം. 5. ബിസ്മി ചൊല്ലൽ. തീറ്റ ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാകണം. അതിന് പൂർണ്ണമായി ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലാതിരുന്നാൽ പിശാച് ഒപ്പം ഭക്ഷിക്കുമെന്ന് ഹദീസിൽ കാണാം. ഇനി 6. തീറ്റ വലത് കൈക്കുണ്ടാവുക. തിന്നുന്നതും കുടിക്കുന്നതും വലത് കൈകൊണ്ടാകണം. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് വലത് കൈയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: നിങ്ങൾ ആരും ഇടത് കൈകൊണ്ട് തിന്നരുത്, കുടിക്കരുത്. പിശാച് തിന്നുന്നതും കുടിക്കുന്നതും ഇടത് കൈകൊണ്ടാണ്. ഇബ്നു മാജ. നിങ്ങൾ വലത് കൈകൊണ്ട് മാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഇബ്നു മാജയിൽ കാണാം. 7. തീറ്റ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും സ്വൽപ്പം ഉപ്പ് കൊണ്ടാവുക. ഇഹ്യാ എന്ന ഗ്രന്ഥത്തിൽ കാണാം. 8. ചവച്ചരച്ച് തിന്നുക. 9. ഭക്ഷണത്തെ പഴിക്കാതിരിക്കുക. ഒരു അന്നത്തെയും കുറ്റപ്പെടുത്തരുത്. ഭക്ഷണത്തെ കുറ്റം പറയരുത്. ഭക്ഷണമല്ല, നബി ഒന്നിനെയും ആഘോഷിച്ചിരുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ തിന്നും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. ബുഖാരി, മുസ്ലിമിൽ കാണാം. 10. അരികെ നിന്ന് മാത്രം ഭക്ഷിക്കുക. നാം ഇരിക്കുന്നതിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്ന് മാത്രമേ തീറ്റ പാടുള്ളൂ. സുപ്രയിലും പാത്രത്തിലും കൈപരന്ന നടക്കുന്ന ഗതി വരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: തിന്നുമ്പോൾ അടുത്തു നിന്ന് തിന്നുക. ബുഖാരി, മുസ്ലിമിൽ കാണാം. എന്നാൽ പഴവർഗ്ഗങ്ങൾ തിന്നുമ്പോൾ ഈ നിയമം പാലിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴങ്ങൾ തിന്നപ്പോൾ കൈ പാത്രത്തിൽ ചുറ്റിക്കറങ്ങുന്നത് കണ്ട് ചിലർ സംശയം ബാവേനെ നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: പഴം ഒരു ഇനമല്ലല്ലോ, കുറേയുണ്ടല്ലോ. തിർമിദി, ഇബ്നു മാജയിൽ കാണാം. 11. ഊതാതിരിക്കുക. ഭക്ഷണത്തിൽ ഊതാതിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒരു സംഗതിയാണ്. അന്നത്തിൽ ഊതലും ശ്വാസം വിടലും. തങ്ങൾ പറഞ്ഞു: ഭക്ഷണം ചൂടുണ്ടെന്ന് കരുതി നിങ്ങൾ ഊതരുത്. ചൂടാറുന്നതുവരെ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇനി 12. ഈത്തപ്പഴം തിന്നുകയാണെങ്കിൽ ഒറ്റയാക്കൽ സുന്നത്താകുന്നു. 7, 11, 21 എന്നിങ്ങനെ ഒറ്റയാക്കി തിന്നുക. ഇല്ലെങ്കിൽ സൗകര്യപ്പെട്ട
ഒറ്റയിൽ ഒതുക്കുക. ഈത്തപ്പഴക്കുരു പഴവും ഒരേ പാത്രത്തിൽ ഇടുന്നത് ഒഴിവാക്കണം. കുരു കൈവെള്ളയിലും ഒരുമിച്ച് കൂട്ടരുത്. മറിച്ച് വായയിൽ നിന്ന് കൈപ്പത്തിയുടെ പുറംഭാഗത്തേക്കെടുത്ത് പുറത്ത് എറിയുകയാണ് വേണ്ടത്. കുരുവുള്ള എല്ലാ പഴങ്ങളും ഈ ഭക്ഷണ രീതി തന്നെ പഥ്യം. ഭക്ഷണത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങൾ അതേ പാത്രത്തിൽ തന്നെ ഇടുന്നത് ഒഴിവാക്കണം. പുറത്ത് ഉപേക്ഷിക്കാതിരുന്നാൽ തിരിച്ചറിയാതെ വീണ്ടും ആരെങ്കിലും തിന്നാൻ മതി. ഇഹ്യ എന്ന ഗ്രന്ഥത്തിൽ കാണാം. 13. ഭക്ഷണം കഴിക്കുന്നിടെ ജലപാനം അധികരിപ്പിക്കരുത്. തൊണ്ടയിൽ കെട്ടുകയോ ദാഹം തോന്നുകയോ ചെയ്താൽ കുടിക്കാം. 14. വയർ നിറയുന്നതിന് മുമ്പ് തന്നെ തീറ്റ അവസാനിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശ്വാസി ആമാശയത്തിൻ്റെ ഒരു ഭാഗം നിറക്കുമ്പോൾ അവിശ്വാസി 7 ഭാഗവും നിറക്കുന്നതാണ്. ബുഖാരി ഹദീസിൽ കാണാം. 15. തിന്നുകഴിഞ്ഞാൽ വിരലുകളും നന്നായി ഊമ്പുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിരൽ ഊമ്പുവീൻ. അത് അന്നത്തിലാണ്. ഏത് അന്നത്തിലാണ് ബറക്കത്ത് എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം ഹദീസിൽ കാണാം. 16. പൊരിഞ്ഞു വീണ ഭക്ഷണ ഭാഗങ്ങൾ എടുത്ത് വൃത്തിയാക്കി തിന്നുക. പൊഴിഞ്ഞു വീണ ഭക്ഷണ ഭാഗങ്ങൾ എടുത്ത് വൃത്തിയാക്കി തിന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുപ്രയിൽ വീണ് പോയത് തിന്നവൻ സുഭിക്ഷതയിൽ ജീവിക്കുന്നതും അവൻ്റെ സന്തതികൾക്ക് ആരോഗ്യമേകപ്പെടുന്നതുമാണ്. അബൂ ഷൈഖ് കാണാം. മറ്റൊരു നിവേദനത്തിൽ ദാരിദ്ര്യം, വെള്ളപ്പാണ്ട്, കുഷ്ഠം കുഷ്ഠരോഗം എന്നിവയിൽ നിന്ന് മുക്തിയും മക്കൾക്ക് അവിവേകമോചനവും കിട്ടുന്നതാണെന്ന് കാണാം. അൽ മുഗ്നി ഹൻഹം ലിൽ അസ്ഫാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. 17. പാത്രം തുടച്ച് വൃത്തിയാക്കി ആ വെള്ളം കുടിക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കുറിക്കുന്നു, പാത്രം തുടച്ച് കഴുകി ആ ജലം കുടിക്കുന്നതാണ് അടിമമോചനത്തിന് സമമാകുന്നു. അതുപോലെ ഭക്ഷണത്തിൽ നിന്ന് വീണു പോയവ എടുക്കുന്നത് സ്വർഗഹൂറികൾക്കുള്ള വിവാഹമൂല്യമാകുന്നു. ഇഹ്യ എന്ന ഗ്രന്ഥത്തിൽ കാണാം. 18. തിന്നാൻ കിട്ടിയതിന് കൽബിൽ നന്ദി പറയുക. ഇഹ്യ എന്ന ഗ്രന്ഥത്തിൽ കാണാം. 19. തിന്നു തീർന്ന പാടെ ഖുൽ ഹുവല്ലാഹു സൂറത്തും ലീലാഫിയും ഓതുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ ജീവിതത്തിൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ നമ്മൾ പാലിക്കുക. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ അതിൽ നല്ലൊരു ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്.